കൊട്ടേഷൻ ബന്ധം, കാപ്പ കേസ് പ്രതികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തൽ, വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കാർത്തിക ആള് തട്ടിപ്പുകാരി മാത്രമല്ല, ഒരു കൊടും ക്രിമിനലിന്റെ മനസ്സാണ് ആ യുവതിക്ക്. ഇതോടെ കാർത്തികയുടെ ബന്ധങ്ങൾ തേടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. കേസിൽ യുവതിയെ കൂടാതെ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് സൂചന. അതിനിടെ കാർത്തികയ്ക്കെതിരെ കൂടുതൽ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. എറണാകുളത്തിന് പുറമെ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും പരാതിയുണ്ട്. ഇതോടെ കാർത്തികയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. യുകെയിൽ ജോലി വാഗ്ദാനം ചെയ്ത തൃശൂർ സ്വദേശിനിയിൽ നിന്ന് 5.23 ലക്ഷം രൂപ തട്ടിയെന്ന കേസിലാണ് കാർത്തിക പ്രദീപിനെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. യുകെയിൽ സോഷ്യൽ വർക്കർ ജോലി തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു കാർത്തികയുടെ വാഗ്ദാനം. എന്നാൽ ജോലി ലഭിക്കാതിരിക്കുകയും സംഭവം തട്ടിപ്പാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതോടെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത്. ഇതിന് പിന്നാലെ വിവിധ ജില്ലകളിലായി 18ഓളം പരാതികളാണ് കാർത്തികയ്ക്കെതിരെ ഉയർന്നു വന്നത്. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയായിരുന്ന യുവതി അറസ്റ്റിലായതോടെ നിരവധി പേരാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. എറണാകുളത്തിന് പുറമെ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും സ്ഥാപനത്തിനെതിരെ പരാതിയുണ്ട്. 6 പേരിൽ നിന്നായി 15 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പുതിയ പരാതി. തൃശൂർ സ്വദേശിനിയുടെ പരാതിയിൽ വിശ്വാസവഞ്ചനയ്ക്കാണ് എറണാകുളം സെൻട്രൽ പോലീസ് വെള്ളിയാഴ്ച കാർത്തികയെ അറസ്റ്റ് ചെയ്തത്. 5,23,000 രൂപയാണ് തൃശൂർ സ്വദേശിനിക്ക് നഷ്ടമായത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിക്ക് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയിരുന്നു. വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ആവശ്യമായ ലൈസൻസ് സ്ഥാപനത്തിനില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് വ്യക്തമാക്കി. തട്ടിപ്പ് നടത്തുന്നതിനായി ഉപയോഗിച്ച ഇവരുടെ ബാങ്ക് അക്കൗണ്ട് രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാർത്തിക പ്രദീപിന് കൊട്ടേഷൻ ബന്ധമുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. കൂടാതെ പണം നഷ്ടമായവരെ കാപ്പ കേസ് പ്രതികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതായും വിവരങ്ങളുണ്ട്. കാർത്തികയുടെ ഫോൺ കോൾ രേഖകൾ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. കേസിൽ കാർത്തികയ്ക്ക് പുറമെ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് സൂചന. എറണാകുളം പുല്ലേപ്പടിക്ക് സമീപത്താണ് കാർത്തികയുടെ ടേക്ക് ഓഫ് ഓവർസീസ് എന്ന റിക്രൂട്ടിംഗ് ഏജൻസി പ്രവർത്തിച്ചിരുന്നത്. ഓസ്ട്രേലിയ, ജർമ്മനി, UK, യുക്രൈൻ എന്നീ രാജ്യങ്ങളിലേക്ക് വിവിധ ജോലികൾ തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം. ഇത്തരം ജോലി വാഗ്ദാനങ്ങളുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പാതയോരങ്ങളിൽ വലിയ ബോർഡുകൾ സ്ഥാപിച്ചും പരസ്യം ചെയ്തിരുന്നു. വിദേശ രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ തൊഴിലവസരമുണ്ടെന്നായിരുന്നു കാർത്തികയുടെ സ്ഥാപനത്തിന്റെ പ്രധാന വാഗ്ദാനം. സോഷ്യൽ വർക്കർ ഉൾപ്പെടെയുള്ള ജോലികളും വാഗ്ദാനം ചെയ്തിരുന്നു. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 3 മുതൽ 8 ലക്ഷം രൂപ വരെയാണ് പ്രതി കൈക്കലാക്കിയിരുന്നത്. ഇവരുടെ കെണിയിൽ വീണവരിൽ ഏറെയും സ്ത്രീകളാണ്. ഡോക്ടറാണെന്ന് പറഞ്ഞാണ് ഇവർ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. ന്യൂസ് 18 കൊച്ചി.